അപ്പൊ നള്ളും അൺഡിഫൈൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. രണ്ടും വാല്യൂ ഇല്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് നള്ളും അൺഡിഫൈൻഡും യൂസ് ചെയ്യുന്നത്. വാല്യൂ ഇല്ല, വാല്യൂവിന്റെ ആബ്സെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നത്. ഓൺ വൺ ഹാൻഡ് undefined is used when a variable is declared but has not been assigned a value yet. It's more of a default state. നമ്മൾ അൺഡിഫൈൻഡ് യൂസ് ചെയ്യുന്നത് എന്താണ്? വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. ആ കേസിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ലേ, അത് ഡിഫോൾട്ട് സ്റ്റേറ്റ് പോലെയാണ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ. ഈ ലെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വാല്യൂ വേരിയബിൾ ഡിക്ലെയർ വാല്യൂ അസൈൻ ചെയ്യും. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന ഇതാണ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അൺഡിഫൈൻഡ് ആയിരിക്കും കിട്ടുന്നത്. വേരിയബിൾ എ ഹാസ് ബിൻ ഡിക്ലെയർഡ് ബട്ട് നോട്ട് ഇനിഷ്യലൈസ്. വേരിയബിൾ എ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ഗിവൻ ദ ഡിഫോൾട്ട് വാല്യൂ ഓഫ് അൺഡിഫൈൻഡ്. അത് കാരണം ഡിഫോൾട്ട് വാല്യൂ അൺഡിഫൈൻഡ് അതിന് കൊടുക്കുന്നു. നൾ ഓൺ ദി അതർ ഹാൻഡ് ഈസ് ഇന്റൻഷണൽ ആബ്സെൻസ് ഓഫ് എ വാല്യൂ. വാല്യൂ ഇല്ല എന്ന് ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നൾ ഓൺ ദി അതർ ഹാൻഡ് ഈസ് ഇന്റൻഷണൽ ആബ്സെൻസ് ഓഫ് എ വാല്യൂ. ആ നള്ളിനകത്ത് വാല്യൂ ഇല്ല എന്ന്, നള്ളിന്റെ സ്ഥാനത്ത് വാല്യൂ ഇല്ല എന്ന് നമ്മൾ ഇന്റൻഷനലി വാല്യൂ ഇല്ല എന്ന് പറയുന്നതാണ് നമ്മൾ നൾ എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു അസൈൻ എനി വാല്യൂ ടു എ വേരിയബിൾ ബിക്കോസ് either യു മൈറ്റ് അസൈൻ ഇറ്റ് ലേറ്റർ. അതായത് വേരിയബിളിലേക്ക് ഒരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്യണ്ട എന്ന് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ യു മൈറ്റ് അസൈൻ ഇറ്റ് ലേറ്റർ യു ജസ്റ്റ് വാണ്ട് ടു ലീവ് ഇറ്റ് എംപ്റ്റി. നമുക്ക് എംപ്റ്റി ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ പിന്നീട് അസൈൻ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ നൾ എന്ന് പറഞ്ഞ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അത് ഇന്റൻഷണൽ ആയിട്ട് വാല്യൂ ഇല്ല എന്ന് കൊടുക്കുന്ന പിന്നെ ലേറ്റർ കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നീട് കൊടുക്കാനോ അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ട് ലീവ് ചെയ്ത് വെക്കാനോ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യണ്ട എന്നൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ നൾ യൂസ് ചെയ്യുന്നത്. ഇന്റൻഷണൽ ആയിട്ട് വാല്യൂ ഇല്ല എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ലെറ്റ് ബി ഈക്വൽ ടു നൾ കൺസോൾ ഡോട്ട് ലോഗ് ബി എന്ന് പറഞ്ഞാൽ നൾ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. വിച്ച് ഹാസ് ബീൻ ഡിക്ലെയർഡ് നൾ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുന്നു ഫോർ ദി ടൈം ബീങ് ബട്ട് ഇറ്റ് ക്യാൻ ബി അസൈൻഡ് എ വാല്യൂ ലേറ്റർ. അപ്പൊ നമുക്ക് ഇതിന് വാല്യൂ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ നമ്മൾ നള്ളെന്ന് കൊടുത്തു, പിന്നീട് നമുക്ക് ലേറ്റർ നമുക്ക് അതിന്റെ വാല്യൂ മാറ്റണമെങ്കിൽ ആ സമയത്ത് നമുക്ക് അത് കാരണമാണ് നള്ളെന്ന് പറഞ്ഞ ഇത് കൊടുത്തേക്കുന്നത്. ബി ഈക്വൽ ടു നൗ അസൈൻഡ് കൺസോൾ ഡോട്ട് ലോഗ് ബി നൗ അസൈൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നൗ അസൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പിന്നെ ഒന്നും കൂടി വാല്യൂ വേറെ അസൈൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കൺസോൾ നൗ അസൈൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതായത് പിന്നീട് ആദ്യമേ നമ്മൾ നള്ളെന്ന് കൊടുത്തു, പിന്നീട് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ തോന്നിയപ്പോഴത്തേക്ക് നൗ അസൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് ബി കൺസോളിൽ നൗ അസൈൻഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നള്ളും അൺഡിഫൈൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.